നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെതിരെ നിർണായകമായ മറ്റൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഉമ്മ ഷമീന. 2 തവണയായിരുന്നു ഷമീന അഫാന്റെ കൈകളിൽ നിന്ന് മരണമുഖത്ത് നിന്നും രക്ഷപ്പെട്ടത്. ഷമീന എന്താണ് പറഞ്ഞു വെക്കുന്നത്? ശരിക്കും നമ്മൾ ഈ ഒരു സംഭവം ചർച്ച ചെയ്യുന്ന ആ സമയം മുതൽ നമ്മൾ പറയുന്നതാണ് ഷമീനയുടെ ഒരു ആരോഗ്യസ്ഥിതി ഒന്ന് ഓക്കെ ആയിട്ട് ഷമീനയിൽ നിന്ന് നമുക്കറിയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന്. അപ്പൊ തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഷമീന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ഈ കടം എങ്ങനെ വന്നു എന്നത് വലിയൊരു ചോദ്യമായിരുന്നു അല്ലെ. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ ഏതാണ്ട് ഒരു ഉത്തരം ഷമീന നൽകിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയൊക്കെ അഫാൻ പണം കടം എടുത്തിരുന്നു എന്നാണ് ഷമീന ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ ആക്രമണം നടക്കുന്നതിന്റെ ആ ദിവസം ശരിക്കും അവര് ഒരു ചെകുത്താന്റെയും കടലിന്റെയും നടുക്കിൽ എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാരണം അത് 4 സൈഡിൽ നിന്നും ഈ പണം കിട്ടാനുള്ള ഒരു പണം ചോദിച്ചു വരുന്ന ഒരു ദിവസമായിരുന്നു അത്. അപ്പം കൂട്ടക്കൊലപാതക ദിവസം 3 കൂട്ടർക്കാണ് ഇവര് പണം തിരികെ കൊടുക്കേണ്ടിയിരുന്നത്. ഒന്ന് ലോൺ ആപ്പിൽ വായ്പ തുക തിരിച്ചടയ്ക്കണമായിരുന്നു. പിന്നെ രണ്ടാമത്തത് ഒരു 50,000 രൂപ ബന്ധുവിന് തിരികെ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ 24-ാം തീയതി തന്നെയായിരുന്നു ജപ്തി ഒഴിവാക്കാൻ സെൻട്രൽ ബാങ്കിൽ നിന്നും പണം തിരിച്ചടയ്ക്കേണ്ടത്. അപ്പൊ മൂന്ന് ആൾക്കാർക്ക് പണം കൊടുക്കേണ്ട ദിവസമായിരുന്നു. അപ്പൊ ആകെ മൊത്തം ഈ പണം എങ്ങനെ കൊടുക്കും, അങ്ങനത്തെ സമ്മർദ്ദം, അതിനിടയിൽ ബന്ധു വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് അധിക്ഷേപം, അങ്ങനെ ആ ഒരു ആകെ അസ്വസ്ഥനായിരുന്നു അഫാൻ ആ ദിവസം എന്നാണ് ഉമ്മ പറയുന്നത്. അപ്പൊ ഉമ്മയെ ആക്രമിക്കുന്നു. ഈ ആകെ മൊത്തം ഒരു നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പ്രതി തന്നെയാണ്, കൊലപാതകം ചെയ്ത ആള് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ആ സമയത്ത് ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. കാരണം ഇത്രയും സമ്മർദ്ദം വന്ന് നിൽക്കുന്നു. അപ്പോ എന്തുമാത്രം അസ്വസ്ഥനായിരുന്നിരിക്കും ആ പ്രതി അല്ലെങ്കിൽ ആ അഫാൻ ആ സമയം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും. അപ്പോ അത് ഉമ്മയ്ക്ക് ഓർമ്മയുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്ന് സംഭവിച്ച ഒരുപാട് കാര്യങ്ങളെ പറ്റിയൊന്നും കൂടുതലൊന്നും ഓർമ്മയില്ല എന്നാണ് ഉമ്മ പറയുന്നത്. പിന്നെ ഇത്രയും കാലം ഒരു 70 ലക്ഷം 65 ലക്ഷം കടം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഷെമി പറയുന്നത് ഞങ്ങൾക്കുണ്ടായിരുന്നത് 25 ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമാണ് എന്നാണ്. അപ്പൊ എന്തായാലും അന്ന് പകുതി ബോധം മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ഓർമ്മയില്ല. മാത്രമല്ല മറ്റൊരു നിർണായക കാര്യം, അഫാൻ തന്നെ ബോധരഹിതയാക്കാൻ വേണ്ടി എന്തോ നൽകി എന്നൊരു സംശയമുണ്ട്. അത് ചിലപ്പോൾ ഉമ്മയ്ക്ക് തോന്നിയതാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ അടിയേറ്റപ്പോഴോ അങ്ങനെ എന്തെങ്കിലും ബോധം പോയപ്പോ തോന്നിയതാണോ, അതെന്തെങ്കിലും അങ്ങനെ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ ഉമ്മ പറയുന്നത് തന്നെ ബോധരഹിതയാക്കാൻ അവൻ എന്തോ നൽകി എന്നാണ് പറയുന്നത്. പിന്നെ കഴുത്തിൽ നേരത്തെ നമുക്കറിയാവുന്നത് പോലെ ഉമ്മയുടെ കഴുത്തിൽ ഷോള് കുരുക്കുന്നു, ഭിത്തിയിൽ അടിക്കുന്നു, ബോധം പോകുന്നു. അങ്ങനെ ആ ഒരു രീതിയിലുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല അഫാനോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ഷെമി പറയുന്നുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലപാട്, തുടക്കത്തിൽ മകനെ സംരക്ഷിക്കുക എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന ഷെമീന ഇപ്പോൾ മകനോട് ക്ഷമിക്കാനാകില്ല. കാരണം ജീവിതം തകർത്തത് പോട്ടെ, ആ മകനെ, അതായത് ഇളയ മകനെ കൊലപ്പെടുത്തി, എന്റെ പൊന്നുമോനെ കൊന്നവനാണ് അവൻ. അപ്പൊ അവനോട് ക്ഷമിക്കാനോ അല്ലെങ്കിൽ അവനെ എനിക്കിനി കാണാനോ ആഗ്രഹമില്ല എന്ന് ഈ ഉമ്മയും നെഞ്ചു പൊട്ടി പറയുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ പല മാധ്യമങ്ങളിൽ കൂടിയും കാണുന്നുണ്ടായത്. അഫാനോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയുകയാണ്. അത് മാത്രമല്ല, നമുക്കിപ്പോ ഈ ഷമീന നടത്തിയ സ്റ്റേറ്റ്മെന്റ് മുഴുവനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം റഹീം പറയുന്നുണ്ടായിരുന്നു ഷമീന തലയ്ക്ക് മാരകമായി അടിയേറ്റ ഒരു പേഷ്യന്റ് ആണ്. അപ്പോൾ പല കാര്യങ്ങളും പറയുമ്പോൾ ഈ സമയം പറയുന്നതായിരിക്കില്ല അവർ കുറച്ചു കഴിയുന്ന സമയത്ത് ആവർത്തിക്കുന്നത്. അത് നേരിൽ കാണുന്ന റഹീമിന് അത് അറിയാം എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്ന്. നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. മകനെ ആദ്യം ജയിലിൽ നിന്ന് ഇറക്കണം, മകൻ തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ ഷമീന പറയുന്നു. അപ്പോൾ പലരും ഈ പറയുന്ന ഷമീനയ്ക്കെതിരെ ആരോപണം ഉയർത്തിയിരുന്നു. ഇത്രയും ഒക്കെ ക്രൂരമായിട്ട് പ്രതികരിച്ചിട്ട് എന്തുകൊണ്ട് ആ പ്രതി അല്ലെങ്കിൽ ആ മകനെ വീണ്ടും അവർ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു. ഇതിന് പിന്നാലെയാണ് ഈ റഹീം പറയുന്നത് ഷമീനയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്, തലയ്ക്ക് അടിയേറ്റത് കൊണ്ട് തന്നെ. അവർ ഒരു സമയം പറയുന്ന കാര്യമല്ല കുറച്ചു കഴിയുന്ന സമയത്ത് പറയുന്നത്. ഇവർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങളോട് പറയുമ്പോൾ പോലും പറയുന്നുണ്ട് പകുതി ഓർമ്മ മാത്രമാണുള്ളതെന്ന്. അപ്പോൾ പൂർണ്ണമായുള്ള ഒരു സംഭവം, ഒരു വിഷൻ എന്താണെന്ന് അവർക്ക് ഇതുവരെ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ആ ദിവസം പെട്ടെന്ന് തന്നെ മകൻ വരുന്നു, കഴുത്ത് ഷോൾ കൊണ്ട് വരിഞ്ഞു മുറുകുന്നു. പിന്നീട് അതിനുശേഷം ഇവർ കാണുന്നത് പോലീസ് ജനല് തല്ലി തുറക്കുന്നതൊക്കെയാണ്. ഇതിനിടയ്ക്ക് മകൻ പറയുന്നുണ്ട് ഞാൻ ഫർസാനെ കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ആ ഉമ്മയ്ക്ക് ഇപ്പോഴും പകുതി ഓർമ്മ മാത്രമേ ഉള്ളൂ. ആ പകുതി ഓർമ്മയിൽ തന്നെ പലതും മിസ്സിംഗ് ആണ്.
അപ്പൊ പൂർണ്ണമായി നമുക്ക് ഷമീനയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കഴിയില്ല. പിന്നെ റഹീം പറയുന്നുണ്ട് ഏകദേശം ഒരു 35 ലക്ഷത്തിനടുത്ത് കടമാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ താൻ നിലവിൽ അറിഞ്ഞു വരുന്നതെന്നാണ് റഹീം കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പൊ ഷമീന ഇപ്പൊ പറയുന്നത് 25 ലക്ഷം രൂപയുടെ കടം ഉണ്ട്, അതിൽ ഏറെയാണ് എന്ന് പറയുന്നുണ്ട്. അഫാൻ പറയുന്നത് 50 ലക്ഷത്തിന് മുകളിലാണെന്ന്. അപ്പൊ 3 പേരും ഭിന്നമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇതിൽ നൽകുന്നത്. അപ്പൊ കൃത്യമായ ഒരു എവിഡൻസ് ഇവര് 3 പേരിൽ നിന്നും പോലീസിന് അറിയാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. സാമ്പത്തിക ബാധ്യത ഉണ്ട് എങ്കിലും എത്രയാണ് എന്നതിൽ കൃത്യമായ ഒരു വിവരം ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിനിടയിലാണ് ഷമി വരുന്നു, മകനെതിരെ വീണ്ടും മൊഴി ആവർത്തിക്കും. ശക്തമായ ഒരു തെളിവാണ് ഈ കുറ്റപത്രം ഒക്കെ സമർപ്പിക്കാനിരിക്കെ ശക്തമായ ഒരു തെളിവാണ് വീണ്ടും പകുതി ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ഷമീന വന്ന മകനെതിരെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല പലപ്പോഴായി റഹീം പറഞ്ഞിരുന്നു അഫാന്റെ പെൺസുഹൃത്ത് ഫർസാനയുടെ വീട്ടിലേക്ക് ചെല്ലണം എന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതും ഒരു മകളെ നഷ്ടപ്പെട്ട ഒരു കുടുംബമാണ്, എല്ലാ വേദനയും അവരെ പോലെ തന്നെ അനുഭവിക്കുന്ന ഒരു കുടുംബമാണത്. അപ്പോൾ അങ്ങനെ ചെന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും തന്റെ കുടുംബത്തെ കാണാൻ ആഗ്രഹമില്ല, അതായത് തങ്ങളെ കാണാൻ ആഗ്രഹമില്ല എന്നാണ് ഫർസാനയുടെ കുടുംബം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ഉമ്മ പറയുന്ന ഒരു കാര്യം, ഈ വീട് വിറ്റാൽ തീർക്കാവുന്ന കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഉമ്മ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എത്ര കൊലപാതകങ്ങൾ ഒഴിവാക്കാമായിരുന്നു അല്ലേ? എങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംഭവമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ നേരത്തെ അതിന് മുതിർന്നില്ല? എന്തിനാണ് ഇത്രയും വെയിറ്റ് ചെയ്ത് ബാക്കി ബന്ധുക്കളോടൊക്കെ കടം ചോദിച്ച് നടന്നത്? പല തടസ്സങ്ങളും ഇതിന് വന്നു എന്ന് റഹീം പറയുന്നുണ്ടായിരുന്നു. കാരണം ബ്രോക്കർമാരെയൊക്കെ കൊണ്ടുവന്നിരുന്നു, പക്ഷെ പലതും നടക്കാതെ പോയി. ഇനി അതില് മറ്റാരുടെങ്കിലും ഇടപെടലുണ്ടോ എന്നത് നമുക്കറിയില്ല. അപ്പോൾ ഈ ലത്തീഫിനോട് പോലും വൈരാഗ്യം തോന്നിയത് ആ വീടും സ്ഥലവും വിൽക്കാൻ പറഞ്ഞത് കൊണ്ടെന്ന് പറയുന്നുണ്ട്. വീടും സ്ഥലവും വിൽക്കണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. 2 സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ലത്തീഫിന്റെ കാര്യത്തില്. കൃത്യമായ ഒരു വിവരം നമുക്ക് ഇതുവരെയും അഫാനായിരുന്നാലും പുറത്തു വിട്ടിട്ടില്ല. ഷമീനയുടെ കാര്യത്തിലാണെങ്കിലും പകുതി ബോധത്തോടെ മാത്രമാണ് അവരിപ്പോഴും സംസാരിക്കുന്നത്. അപ്പൊ കൃത്യമായ ഒരു വിവരമൊന്നുമല്ല പുറത്തു വരുന്നത്. റഹീമായുടെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കൊല്ലപ്പെട്ട ഉമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് മറ്റ് വഴികളൊന്നുമില്ല. കാരണം കയറി കിടക്കേണ്ട വീട് ഇപ്പോൾ ജപ്തിയുടെ വക്കിലാണ്. അപ്പോൾ അവിടേക്ക് ചെല്ലാൻ കഴിയില്ല. ഈ ഷമീനയുടെ അവർ ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പൊ അവരുടെ മെഡിസിൻ പോലും ആ വീട്ടിലാണ് ഇരിക്കുന്നത്. അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലും തകർത്ത് തരിപ്പണമായിരിക്കുകയാണ് ആ ഒരു കുടുംബം എന്ന് പറയുന്നത്. അഫാൻ എന്ന് പറയുന്ന ഒരു മകൻ കാരണം ഉണ്ടായതാണത്. ഈ ലോൺ ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ അതിൽ നിന്ന് വരുന്ന ഊരാക്കുടുക്കുകൾ, അത് പോരാഞ്ഞിട്ട് മറ്റുള്ളവർ വാങ്ങിയ പണം കടം വാങ്ങിയതിന്റെ ഊരാക്കുടുക്കുകൾ, പിന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ വാങ്ങിയ പണം, അങ്ങനെ പലതരത്തിൽ എല്ലായിടത്തു നിന്നും പണം കടം വാങ്ങി ദൂർത്ത് അത്തരത്തിൽ അഫാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ എല്ലാവരെയും കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അസ്വസ്ഥനായി കാണപ്പെട്ടു എന്നാണ് ഈ ഷമീന പറയുന്നത്. അപ്പോൾ അഫാൻ എന്തിനായിരുന്നു ഇത്രയും ലക്ഷങ്ങളുടെ ഒരു ലക്ഷങ്ങൾ കടം വാങ്ങി അഫാൻ എന്തായിരുന്നു ചെയ്യാൻ ഉണ്ടായിരുന്നത് എന്നതിൽ കൃത്യമായൊരു വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കടം വീട്ടാനാണെന്നുണ്ടെങ്കിൽ കടം വീട്ടണമായിരുന്നു. അതല്ലാതെ വീണ്ടും ആ കടങ്ങൾക്കിടയിൽ തന്നെ തന്റെ ആഡംബര ദൂർത്ത് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഫർസാനയോട് ഉണ്ടായിരുന്നത് ഫർസാന സ്വർണം ചോദിച്ചത് കൊണ്ടുള്ള വൈരാഗ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. സൽമാ ബീവിയായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. സൽമാ ബീവിയോട് സ്നേഹമായിരുന്നു അഫാന്, പക്ഷെ അന്ന് സ്വർണം ചോദിച്ചിട്ട് കൊടുത്തില്ല. അപ്പൊ അതായിരിക്കാം ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ചികിത്സയ്ക്ക് പണമില്ലാതെ ആ കുടുംബം ഇപ്പോ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ജീവിക്കാൻ വരുമാന മാർഗമൊന്നുമില്ല. ഷമീനയുടെ ചികിത്സയ്ക്കായിരുന്നാലും അതിനും ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാ തരത്തിലും ആ കുടുംബം ഒരു കൈനീട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ആ വീടെന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സ്വപ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം ആ ചാനൽ വാഗ്ദാനം ചെയ്തുവെങ്കിൽ പോലും സ്ഥലമില്ലാത്തതിന്റെ പേരിലാണ് വീണ്ടും ഡിലേ വരുന്നത്. അപ്പോൾ അത്തരത്തിലും ആ വീട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ഇത്തരത്തിൽ എത്രയോ കുടുംബങ്ങൾ അനാഥമായി കിടക്കുന്നുണ്ട്, അവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കാതെ ഇത്തരം ഒരു കൊടും ക്രിമിനലിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വിമർശനമൊക്കെ ഉയർന്നതാണ്. പക്ഷെ നമ്മൾ അതിൽ ഒന്നിലും അറിയാതെ പെട്ടുപോയ ആ പിതാവ് റഹീമിന്റെ അവസ്ഥ നമ്മൾ കാണാതിരിക്കരുത്. ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല, പക്ഷെ തന്റെ മകൻ കാരണം എല്ലാം നഷ്ടപ്പെട്ട ഒരു പിതാവാണ് അദ്ദേഹം. ഇനി അദ്ദേഹത്തിന് ജീവിക്കണ്ടേ? അദ്ദേഹത്തിന് എത്ര നാളെന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നത്? ശരിക്കും ഈ കടം തകർത്ത ഒരു ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്കൊരു പറയാവുന്നതാണ് അല്ലേ? അപ്പോ കുറച്ച് സോഷ്യൽ മീഡിയ കമന്റ്സ് കൂടി നമുക്ക് നോക്കാം. അതായത് ഉമ്മയുടെ വെളിപ്പെടുത്തൽ
വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ലോൺ തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്തവർ ലോൺ എടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, പക്ഷെ ഇൻസ്റ്റന്റ് കിട്ടുന്ന ലോൺ ആപ്പ് ഒരിക്കലും നല്ല ചോയ്സ് അല്ല. പലിശ എത്രയാണെന്ന് പോലും അറിയാൻ സാധിക്കില്ല. ഇത്രയും പേരെ കൊന്നൊടുക്കിയത് ലോൺ ആപ്പ് ആണെന്ന് പറയരുത്. ഇത്രയ്ക്ക് ക്രിമിനൽ മനസ്സ് ലോൺ ആപ്പ് മൂലം കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. ഒരു സെന്റിമെന്റ്സ് ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. മാത്രമല്ല, ലോൺ എടുത്തത് മുഴുവൻ 10 പെങ്ങന്മാരെ കെട്ടിക്കാനൊന്നും അല്ലല്ലോ. 3 ലക്ഷം ലോൺ എടുത്തിട്ട് സമാധാനമില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്ന ഞാൻ 25 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ ഞെട്ടൽ തോന്നിയാണ്. അപ്പം വേറൊരാൾ പറയുന്നത് 25 ലക്ഷം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ലൈഫ് സെറ്റിൽഡ് ആകാനുള്ള ക്യാഷ് ആണ് 25. അപ്പൊ 25 ലക്ഷം രൂപ എന്നൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത് എന്നൊക്കെ കമന്റുകൾ വരുന്നുണ്ട്. അതെ, ഈ ലോൺ ആപ്പുകൾ നമുക്കറിയാം എത്ര പേരാണ് ആ ലോൺ ആപ്പിന്റെ പേരിലൊക്കെ ആത്മഹത്യ ദിനം പ്രതി ചെയ്തിട്ടുള്ളത്. കാരണം ഒരു സമാധാനവും ഇല്ലാതെ ഈ ലോൺ ആപ്പുകാര് ഭീഷണിപ്പെടുത്തുന്നു. ഇവരുടെ മൊബൈൽ ഫോൺ തന്നെ എല്ലാ കാര്യങ്ങളും ഹാക്ക് ചെയ്തുകൊണ്ട് ചിത്രങ്ങള് വീഡിയോകളൊക്കെ എടുക്കുന്നു, അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലായ പോലും അത്തരം ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഇവര് അല്ലെങ്കിൽ ഇവര് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവർ ഇത്തരത്തിൽ ക്രിമിനലുകളാണ്, പണം എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നില്ല, നിങ്ങളുടെ ചിത്രം പ്രചരിപ്പിക്കുന്ന പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവര് ഇപ്പുറത്തുള്ളവരെ എങ്ങനെയെങ്കിലും ഏത് വിധനെ പണം അടയ്ക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്തരത്തിലൊരു സ്ട്രാറ്റജിയാണ് ഈ ലോൺ ആപ്പുകൾ സ്വീകരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഈ അഫാന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് അന്വേഷണ സംഘം എന്തായാലും പരിശോധിക്കും. സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ അവർ തീർച്ചയായും അതൊക്കെ പരിശോധിക്കുന്നതാണ്. എന്തായാലും ഉമ്മയുടെ മൊഴി എന്നതിനുപരി വെളിപ്പെടുത്തലുകൾ ഏറ്റവും നിർണായകമാവുന്നു. എങ്ങനെയാണ് കടം വന്നത് എന്നതൊക്കെ ഒരു ചോദ്യമായിരുന്നു. ഏതാണ്ട് ഒരു ഉത്തരം കിട്ടിയതുപോലെ തോന്നുന്നു അല്ലെ. പക്ഷെ എന്തിനാണ് ഈ പണം ഉപയോഗിച്ചത് എന്ന കാര്യത്തില് ഉമ്മ ഇതുവരെയൊന്നും വ്യക്തമായിട്ട് ഏതാണ്ട് ഒരു ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഉമ്മയുടെ അവസ്ഥ റഹീം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഷമീന പറയുമ്പോൾ പൂർണ്ണമായിട്ടും അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ പറയുന്നതിൽ തന്നെ പലതും അവർക്ക് ഓർമ്മയുണ്ട്, പലതും ഓർമ്മ നഷ്ടപ്പെട്ട രീതിയിലാണ് പറയുന്നത്. അപ്പോൾ കടം എടുത്തിരുന്നു, ലോൺ ആപ്പിൽ നിന്ന് കടം എടുത്തിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെലവഴിച്ച് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ലോൺ ആപ്പിൽ നിന്ന് ഈ പറഞ്ഞ കണക്ക് ലോൺ എടുത്തിരുന്നു. പിന്നെ അത് മാത്രമല്ല ബാങ്കിൽ ഇടപാട് റഹീം പറയുന്നുണ്ട്, ഏകദേശം 4 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാൻ കൊടുക്കുമ്പോൾ 2 ലക്ഷം രൂപ മാത്രമേ ബാങ്കിൽ അടച്ചിട്ടുള്ളൂ. അപ്പൊ ബാക്കി 2 ലക്ഷം രൂപ ഇവർ എന്ത് ചെയ്തു അതിനു വേണ്ടിയിട്ട് അത് പറയുന്നില്ല. പിന്നെ കാറ് വിറ്റ സംഭവം പറയുന്നുണ്ട്. അതും 4 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിലും കൂടുതൽ രൂപയ്ക്കാണ് ഇവർ വിറ്റിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത്രത്തോളം പണം എന്തിനു വേണ്ടിയിട്ട് വിനിയോഗിച്ചു എന്നാണ് അറിയേണ്ടത്. ഒരു ബൈക്ക് എടുത്തത് കൊണ്ട് മാത്രം ഇത്ര ലക്ഷം രൂപയുടെ കടങ്ങൾ എന്തായാലും വരില്ല. ഒരു കാർ എടുത്തത് കൊണ്ട് മാത്രം ഇത്ര ലക്ഷം രൂപയുടെ കടം എന്തായാലും വരില്ല. കാരണം അത്രത്തോളം കടങ്ങൾ ഇവര് വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരാണോ അത് അഫാനാണോ എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പണം മുഴുവൻ വിനിയോഗിച്ചത്? ഇവരെ മറ്റാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിരുന്നോ? മറ്റാർക്കെങ്കിലും ഈ പറഞ്ഞ കൂട്ടക്കൊലപാതകങ്ങളിൽ പങ്കുണ്ടോ? ചില മൊഴികളിലൊക്കെ പൊരുത്തക്കേടുകളുണ്ട്, അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു മറ്റൊരാളുടെ സാന്നിധ്യം ഇതിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതിനിടയിലൊക്കെ തന്നെയാണ് കുറ്റപത്രം ഏകദേശമൊക്കെ സമർപ്പിക്കാറായിരിക്കുകയാണ്. ചില പരിശോധനാ ഫലങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവര് കുറ്റപത്രം സമർപ്പിക്കും. ഇതിനിടയിലാണ് ഏറ്റവും നിർണായകമായ ഒരു തുറന്നു പറച്ചിലുമായിട്ട് അഫാന്റെ ഉമ്മ ഷമീന രംഗത്ത് എത്തിയതും ഈ പിതാവ് അഫാനെതിരെ വീണ്ടും ആരോപിക്കുന്നുണ്ട്, തനിക്ക് മകനെ കാണാൻ ആഗ്രഹമില്ല എന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഈ പിതാവ് അബ്ദുൾ റഹീം നേരത്തെ തന്നെ പറഞ്ഞതാണ്, എനിക്ക് മകനുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മകനെ എനിക്ക് കാണേണ്ട, അവനോട് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. അത് പിതാവ് ഈ കേസിന്റെ തുടക്കം മുതൽ സ്വീകരിച്ച നിലപാടാണ്. അപ്പൊ എന്തായാലും അതേ ഒരു നിലപാടിലേക്ക് തന്നെ ഷമീം എത്തിയിരിക്കുന്നു. മകനെ കാണണ്ട, അവനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ആ ഒരു നിലപാടിലേക്ക് മാതാവും എത്തിയിരിക്കുന്നു എന്നത് അഫാൻ എന്ന മകനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതൊരു തിരിച്ചടി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. മാതാപിതാക്കളെ കാണണമെന്ന ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും തന്റെ രണ്ട് അച്ഛനായാലും ശരി അമ്മയായിരുന്നാലും ശരി തന്നെ കാണാൻ ആഗ്രഹമില്ല എന്ന് തന്നെയാണ് ഈ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അഫാൻ അറിയുന്നുണ്ടായിരിക്കാം. ഇനി അഫാൻ മറ്റു തരത്തിൽ എന്തെങ്കിലും വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുമോ എന്നത് അറിയില്ല. തീർച്ചയായും അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ തുറന്നു പറച്ചിൽ നടത്തുമായിരിക്കും.